ദില്ലിയിൽ നിന്നും ഒരു വാർത്ത വരുന്നു. അമിതവണ്ണത്തിനെതിരായ പ്രചരണത്തിന്, ഈ ഒബീസിറ്റി ഉണ്ടല്ലോ, ഇതിന് എതിരായിട്ടുള്ള പ്രചരണത്തിന് മോഹൻലാലിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോഹൻലാൽ, ഒമർ അബ്ദുള്ള, ആനന്ദ് മഹീന്ദ്രയടക്കം 10 പേരെയാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനും മോദി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നോബൽ ബാരിക്കാരൻ വണ്ണം കുറയ്ക്കുന്നതിന് ഉള്ള പ്രചരണവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിനെ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഏത് രീതിയിലാണ് മോഹൻലാലിനെ നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി? അരുൺ, ആരോഗ്യമുള്ള ഒരു രാജ്യമാകാൻ അമിതവണ്ണം വെല്ലുവിളിയാണ് എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഒരു വിലയിരുത്തൽ. പ്രധാനമന്ത്രി മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഉൾപ്പെടെ ഒരു തീരുമാനം അതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമിതവണ്ണത്തിന് എതിരായ പ്രചാരണത്തിൽ മോഹൻലാൽ അടക്കം 10 പ്രധാനപ്പെട്ട ആളുകളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, അതോടൊപ്പം തന്നെ വ്യവസായി ആനന്ദ് മഹീന്ദ്ര, സിനിമാ താരങ്ങളായ ആർ മാധവനൊപ്പം ഗായികയായ ശ്രേയ ഘോഷാൽ, സുധാ മൂർത്തി അടക്കമുള്ള അത്തരത്തിൽ 10 പേരെയാണ് പ്രധാനമന്ത്രി എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. അതായത് അമിതവണ്ണം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ എണ്ണയുടെ ഉപയോഗം ഭക്ഷണത്തിൽ പരമാവധി ഒഴിവാക്കുക തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം എന്നാണ് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ദിവസത്തെ മൻ കി ബാത്തിലും അമിതവണ്ണവും അതോടൊപ്പം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കണം എന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. നേരത്തെ ഡെറാഡൂണിൽ ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തപ്പോഴും ഇതേ കാര്യം പ്രധാനമന്ത്രി പറഞ്ഞതാണ്. ആരോഗ്യമുള്ള ഒരു രാജ്യമാകാൻ അമിതവണ്ണം അതോടൊപ്പം തന്നെ എണ്ണയുടെ അധികം ഉപയോഗമൊക്കെ വെല്ലുവിളി ആണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളിലടക്കം ഈ അമിതവണ്ണം കണ്ടുവരുന്ന സാഹചര്യം ഉണ്ട്. അതോടൊപ്പം രാജ്യത്ത് അമിതവണ്ണം ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രചരണം നടത്താൻ പ്രധാനമന്ത്രി അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10 പേരെയാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. ഈ 10 പേരോട് കൂടുതൽ 10 പേരെ കൂടി ഇത്തരത്തിൽ പ്രചാരണത്തിൽ നാമനിർദ്ദേശം ചെയ്യാൻ നിർദ്ദേശവും പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്ന് അറിയുന്നതാണെങ്കിലും നമ്മളൊക്കെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമിതവണ്ണം പൂർണ്ണമായും കുറച്ചുകൊണ്ട് എണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുക എന്നൊരു പ്രചരണത്തിന് കൂടി കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് മോഹൻലാലിനെ പോലുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് വേണം നമുക്ക് പറയാൻ, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും അത്തരത്തിൽ അവബോധം എത്തിച്ചുകൊണ്ട് അമിതവണ്ണം അതോടൊപ്പം തന്നെ അമിതമായ എണ്ണയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നല്ല ആരോഗ്യവാന്മാരായി ഇരിക്കുക എന്നതാണ് ഇത് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. അപ്പോൾ നല്ല കാര്യം മാത്രമല്ല, മോഹൻലാലിനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് മോഹൻലാലിന്, അല്ലേ? മൊത്തത്തിൽ അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ ഫിറ്റായി എന്ന് വെച്ചാൽ ബോഡി ഹെൽത്ത് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല ഉണ്ണിക്കുടവേറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നല്ല ചുള്ളനായി സ്മാർട്ടായി നിൽക്കുകയാണ് മോഹൻലാൽ. അപ്പോൾ ഈ ഘട്ടത്തിലാണ് അമിതവണ്ണത്തിനെതിരെയുള്ള പ്രചരണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറെ മോഹൻലാലിനെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അമിതമായ ഭക്ഷണം, ഭക്ഷ്യ എണ്ണയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഇതൊക്കെ അപകടമുണ്ടാക്കും. ഒബീസിറ്റി നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പ്രചരണം ശക്തമായി തന്നെ നടക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒബീസിറ്റി ഉള്ളവരുടെ എണ്ണം കൂടുന്നു. മലയാളികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് കൂടുന്നുണ്ട്. ആവശ്യമില്ലാതെ ഈ ചോറൊക്കെ വാരി ഒരുപാട് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഇപ്പോൾ മാത്രമല്ല, മലയാളികൾ അടുത്ത കാലങ്ങളിലായിട്ട് ചോറുപയോഗം കുറച്ചു വരുന്നു എന്നുള്ളതാണ് ഒരു പഠനം റിപ്പോർട്ടിൽ പറയുന്നത്. അവർ കുറച്ചുകൂടി കാർബോ ഇൻടേക്ക് കുറയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അവർ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അവർ വഴിമാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ടതില്ല. എന്തായാലും മോഹൻലാൽ അമിതവണ്ണത്തിൻ്റെ എതിരെയുള്ള പ്രചരണവുമായിട്ട് രംഗത്ത് വരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.